ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 6-ാമത്തെ അധ്യായം. ദാഹത്താൽ വരും വഴിപോക്കർക്കു ജലദാനം ദേഹികൾ ചെയ്തിടാകിൽ തയ്യർഭൂനീലവൻ ഭവിക്കും എന്നു നൂനം ഗ്രഹിപ്പാനൊരു കഥ ശ്രവിക്ക മഹാമതേ ചൊല്ലുവൻ ചുരുക്കി ഞാൻ. ഇക്ഷ്വാകുവംശി ഹേമാങ്കദൻ എന്നൊരു പുമാൻ നിക്ഷിതീതലേ മുന്നമൊരു ഭൂപാലനുണ്ടായി. തൽക്ഷണം സർവവിവക്ഷാവഹേ ബഹുജേതാ ദക്ഷനായി നാനാവനി രക്ഷിച്ചുവാണാഞ്ചിരം. നക്ഷോണി കണീകകൾ അബ്ദിതൻ ബിന്ദുക്കളും നക്ഷത്രഗണങ്ങളും എത്രയുണ്ടെന്നാലത്ര. മേദിനി ദേവന്മാർക്കു ഗോദാനം ചെയ്തു തഥാ മേദിനി സർവം മൂടി ഗർഭയും യഥാർത്ഥമായി. ഭൂമികോതില് ഹിരണ്യാദികൾ ബഹുവിധം ഭൂമിപാലകൻ വിപ്രജാതിക്കു ദാനം ചെയ്തു. ജലദാനത്തെയൊഴിഞ്ഞൊക്കവേ ദാനം ചെയ്തു. വില കൂടാതെ ജലം സിദ്ധിക്കും എന്നോർക്കയാൽ ബ്രഹ്മനന്ദനായ വസിഷ്ഠ മഹാമുനി ധർമ്മദാനാദിഫലം ഉപദേശിച്ച ശേഷം പാനീയദാനം ബഹുമാനിച്ചീലവനീശൻ. നാനാദിക്കിലും ജലം സിദ്ധിക്കുമെന്ന ബുദ്ധ്യ ദരിദ്രീ സുരരംഗഹീനരാമവരെയും ദരിദ്രാർത്ഥന്മാരെയും ജാതിത ജനത്തെയും അജസ്രം ഭജിച്ച ഭീഷ്ടങ്ങളെ ദാനം ചെയ്തു. മതി തീരാതെ ധരിച്ചിടു നീ നരപതേ. ശ്രോത്രിയന്മാരായ ധർമ്മപാരകന്മാരായ വൃദ്ധതത്വജ്ഞന്മാരായുള്ള വിദ്വാത്മാക്കളെ നിത്യം സകല ജനങ്ങളും പൂജിക്കും. അതുമൂലം സുഖമേ വസിച്ചിടും ദുഃഖമില്ലവർക്കേതും. ദുഃഖിതന്മാരെ കുറിച്ചേറ്റവും കൃപ വേണം ഉൾക്കാമ്പിലെന്നോ നനച്ചു മഹാപതിഭൂപൻ. ദീനരാം ജനങ്ങൾക്കു ബഹുദാനങ്ങൾ ചെയ്തു മാനുഷനാഥൻ ജന്മം കഴിച്ചോരനന്തരം. ഉദകദാനം ചെയ്തിടായകയാൽ അവൻ പിന്നെ ചാതക പക്ഷിയായി ജനിച്ചു 3 ജന്മം. ഗ്രന്ഥനായി പിറന്നൊരു ജന്മവും കഴിച്ചവൻ 7 ജന്മങ്ങൾ പിന്നെ ശാനനായി പിറന്നിതു. വ്യതിതൻ നൃപൻ പിന്നെ ശ്രുതകീർത്തിയായുള്ള മിഥിലാധിപനുടെ സഭ നേപ്രതൂലിയിൽ ഗ്രഹഭൂതികാ ജന്മം ഭവിച്ചു. പീഡാദികൾ സഹിതം ഭുജിച്ചെമ്പത്തെട്ടു വത്സരം വാണാൻ. അന്നൊരു ദിനം മുനിശ്രേഷ്ഠനാം ശ്രുതദേവൻ വന്നിതു മിഥില ഭൂപാലക ഗ്രഹം തന്നിൽ. ധന്യനാം നൃപൻ പൂജ സാധനത്തോടും വേഗാ ചെന്നു മാമുനിയുടെ കൈകഴുകിച്ചു ഭക്ത്യ. തൽപാദതീർത്ഥം തൻ്റെ ശിരസിൽ തളിച്ചപ്പോൾ കെൽപ്പോടങ്ങൊരു തുള്ളി ഗ്രഹഗോതികയുടെ തരസാമേനി തന്നിൽ ഏറ്റപ്പോൾ പൂർവജന്മസ്മരണയുണ്ടായി വന്നു. ഗ്രഹഗോതികയ്ക്കുള്ളിൽ കഴിഞ്ഞ ജന്മദുഃഖം ഒക്കെ കണ്ടകക്കാമ്പിൽ വഴിഞ്ഞ ഭീതിയോടെ ഭവനഗോതിയേറ്റം കരഞ്ഞു താപം പൊറാഞ്ഞ മുനീവരനോടു നിറഞ്ഞ ഭക്തിയോടും പറഞ്ഞു കൊണ്ടാനേവം. പാഹിമാം മുനി പരിത്രാഹിമാം മഹാമുനി ദേഹിമാം കൃപാലേശം കാരുണ്യവാരം നിതേ. ജന്തുഭാഷിതം തപോരാശി കേട്ടതു നേരം സ്വാന്ത കൗതുകം പൂണ്ടു ചോദിച്ചു മുനിശ്രേഷ്ഠൻ. എന്തു നിണ്ടാവമെന്നും ജന്തോ നീയാരെന്നതും ബന്ധമെന്തിവിടെ നീ അന്തവന്നതും ചൊൽക. ഉപദേവനോ ഭവാൻ ദേവനോ മഹാമതേ നൃപനോ ദാനവനോ ചൊല്ലു നീ പരമാർത്ഥം. അതു കേട്ടേവം ശ്രുതദേവനോടുര ചെയ്താൻ മതിമാനിക്ഷ്വാകുതൻ പുത്രൻ ഞാൻ അറിയുക നീ. അസംഖ്യം ഗോദാനവും അഖിലയാഗങ്ങളും അസംഖ്യം ധനധാന്യ വസ്തുക്കൾ ദാനം ചെയ്തേൻ. അങ്ങനെ ദാനാദികൾ ചെയ്തു ഞാൻ മരിച്ചപ്പോൾ തിങ്ങിന കേതാൽ 3 ജന്മപാതകമായൻ.
രദ്രനായൊരു ജന്മം കഴിച്ചേൻ, അത്രയല്ല വർത്തിച്ചേൻ 7 ജന്മം. കുക്കുരനായി ദേഹം ഗോതിയായി ബഹുകാലം ഉണ്ടത്രമേ വീടിനേൻ ബോധമേറിയിടും തവ പാദതീർത്ഥങ്ങളേറ്റു. ബോധവും എനിക്കുള്ളിൽ ഉദിച്ചേൻ ബുധോത്തമാ സാധുസേവയാലേവം വന്നുകൂടിയിടുമല്ലോ. സുഹൃതം അനവധി ചെയ്തുള്ളോരെനിക്കേവം വികൃതിയായ ജന്മം ഉണ്ടാവാൻ എന്തു ബന്ധം. സകല ദുഃഖം തീർത്തു കൃപയാ രക്ഷിക്കമാം സകല ഗുണാംബുദേ സതതം നമോസ്തുതേ. ഇത്തരം ബോധീകിരം കേട്ടുമാ മുനിശ്രേഷ്ഠൻ ഉത്തരമവനോടു പാർത്തു ചൊല്ലിനാനേവം. ജ്ഞാനലോചനം കൊണ്ടു കണ്ടിതു ഭവാനുടെ ന്യൂനത ചൊല്ലിടുവൻ, കേട്ടാലും തെളിഞ്ഞു നീ. വൈശാഖേ ഭാരിദാനം ചെയ്യായക മൂലം ഭവാൻ ക്ലേശമാർന്നിരുന്നോരു ചാതക ജന്മത്രയം. തൽപാത്രം അറിഞ്ഞു ദാനം ചെയ്തിടായക മൂലം കേൾപ്പാർന്ന ദുഃഖം മനോഭവിപ്പാൻ വിധിയടോ. വന്നിയിൽ എല്ലാവരും ഹോമിക്കുമെന്നു കണ്ടു, പിന്നെ മറ്റന്യൻ ഭസ്മം തന്നെ ഹോമിച്ചിടുകിൽ ദഹിച്ചിടുകയില്ല, ഫലവും അതിനില്ല. ഗ്രഹിക്ക മതഭേദം ഇനിയും ചൊല്ലുമെടോ. ഉള്ളത്തിൽ കൃപാഹീനന്മാരിലുണ്ടെന്നാലേകൻ ഉള്ളലിയാതി വൃക്ഷം നശിക്കുമാറുണ്ടോ ചൊൽ. എല്ലാരും തുളസിയെ പൂജിക്കൂ എന്നോർത്തേകൻ ചൊല്ലേറും പലാദികൾ പൂജിച്ചാൽ മതിയാമോ. വേദാന്തശാസ്ത്ര വേദ്യരായി ജ്ഞാനികളായി ബോധിതാനന്ദ തപോനിഷ്ഠയാവണിടുന്ന വിഷ്ണുരൂപികളാകും വിപ്രരെ ഒഴിഞ്ഞു നീ കശ്മലന്മാർക്കു മഹാദാനം ചെയ്തതു ചിത്രം. ജ്ഞാനികൾക്കിഷ്ടം വിഷ്ണു ഭഗവാൻ തന്നെയല്ലോ, ജ്ഞാനികൾക്കിഷ്ടം തന്നെ ഭഗവാൻ തനിക്കിഷ്ടം. വിഷ്ണുവാം ഭഗവാനെ പൂജിച്ച ഫലത്തേക്കാൾ വിഷ്ണുഭക്തനാം ജ്ഞാനി പൂജയ്ക്കു ഫലമേറ്റം. അന്ധന്മാർ കോടി ജനമൊന്നിച്ചു നോക്കിയിടിലും എന്തതിൻ ഫലം വഴി കാണുമാറില്ലയല്ലോ. അവണ്ണം 100 കോടി യജ്ഞന്മാർ കൂടിയിടിലും ചൊവ്വഴും പുരുഷാർത്ഥം കാണുമാറില്ല നൂനം. ചൊല്ലേറും തീർത്ഥങ്ങളും പൃഥ്വിദേവന്മാരുമങ്ങില്ല സംശയമേതും കാലത്താൽ ശുദ്ധി നൽകും. സാധുസംഗതി കൊണ്ടു തൽക്ഷണേ പാപം നീങ്ങും, ബോധവും ഉണ്ടായി വരും സകല ജനങ്ങൾക്കും. സാധുസേവയാലെങ്ങും ആദിയുണ്ടായി വന്നിട, സാധുദർശനം സുധാപാനത്തിനൊക്കുമല്ലോ. സാധുസേവയും ജലദാനവും ചെയ്യായികയാൽ ബോധഹീനനായ ജന്മം യദൃശം വന്നൂരവ. ദുഃഖിതനായ തവ വൈശാഖേ മയാകൃതം മുഖ്യമാകിഞ്ചിൽ പുണ്യം തരുവൻ വാങ്ങിക്കൊൾ നീ എന്നരുൾ ചെയ്താചമനാദികൾ ചെയ്തു മുനി. പിന്നെ മാധവേയൊരു ദിവസം ഭൂദേവന്മാർക്ക് അന്യൂനം ഭാരിദാനം ചെയ്തുള്ള മഹാബലം ഇന്ദിരാവരനെയും തന്നുള്ളിൽ സ്മരിച്ചുടൻ സാധുസത്തമനേവ ദാനം ചെയ്തോരു ശേഷം ബോധിയും ദിവ്യവേഷം കൈക്കൊണ്ടു വിളങ്ങിനാൻ. പ്രീതിയായി മഹാമുനിശ്രേഷ്ഠനായി സാഷ്ടാംഗമായി വന്നു വീണുടൻ നമസ്കരിച്ചേറ്റവും സ്തുതി ചെയ്താൻ. സർവഭൂഷണ വസ്ത്രാദ്യലങ്കാരങ്ങളോടും ദിവ്യമാം വിമാനവും അവിടെ കാണായി വന്നു. താപസാജ്ഞയ ദിവ്യയാനവും ഏറി പിന്നെ താപങ്ങൾ നീങ്ങി ദേവലോകത്തെ പ്രവേശിച്ചു. ദിവ്യഭോഗങ്ങളോടും 10,000 വർഷം ദേവലോകത്തു സുഖിച്ചിരുന്നു. പിന്നെ അവൻ സപ്താശ്വകുലത്തിങ്കൽ കാകുൽസ്ഥാത്മജനായി സപ്തദീപാദിയും അടക്കി വാണാനല്ലോ. മഹത്വമേറും ദാനകാലാദി ധർമ്മഫലം ഗ്രഹിപ്പിച്ചിതു മുനി വസിഷ്ഠനന്നു മുത. മാധവമാസ വ്രതാനുഷ്ഠാനം ചെയ്തു ഭക്ത്യാ മാധവലോകം പ്രാപിച്ചിടിനാനനുകൂലം. യശസ്സും ധനാദിയും ആയുസ്സും സിദ്ധിച്ചിടും വിശദമതേ വൈശാഖ വ്രതം അനുഷ്ഠിച്ചാൽ. വിഷ്ണു സായുജ്യം തന്നെ സിദ്ധിക്കും അന്ത്യകാലേ കൃഷ്ണഗോവിന്ദ ഹരേ, പിന്നെ മറ്റെന്തു കാര്യം. അധ്യായമാറും ചൊന്നേൻ ഹരിക നൃപോത്തമാ ചിത്തകൗതുകത്തോടു കേട്ടാലും കഥാശേഷം. ഇതി വൈശാഖമാഹാത്മ്യേ ഷഷ്ടോധ്യായഃ.